നരഭോജി കടുവയെ പിടികൂടാൻ നടപടി ശക്തമാക്കി വനം വകുപ്പ്. കൂട് സ്ഥാപിച്ചതിന് സമീപത്തായി കടുവയുണ്ട് എന്നാണ് സ്ഥിരീകരണം. രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായിട്ടുള്ളത്. കടുവയെ കൂട്ടിലാക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. കുങ്കിയാനകളെ അടക്കം പ്രദേശത്തേക്ക് എത്തിക്കുവാനുള്ള നീക്കമുണ്ട്. പ്രദേശം മുളങ്കാടുകൾ ആയതിനാൽ തെരച്ചിൽ വെല്ലുവിളി നിറഞ്ഞതാണ്. ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെ തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്യും. കടുവയെ പിടിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് CCF KS ദീപ പറഞ്ഞു. ജനവാസ മേഖലകളിൽ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. കടുവ എവിടെ നിന്നുള്ളത് എന്നത് പരിശോധിച്ചു വരികയാണ് എന്നും CCF വ്യക്തമാക്കി. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് അതിന്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇത് എവിടെ ഉള്ളതാണെന്നുള്ള സൂചനയുണ്ട്. നേരത്തെ ഇവിടെ നമ്മുടെ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ക്യാമറ ട്രാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു, അതിലെല്ലാം ഇമേജസ് ഉണ്ട്. ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ഐഡിയും കാര്യങ്ങളും എടുക്കണം. ഈ കൂട് പരിസരത്താണോ കണ്ടിട്ടുള്ളത്? കൂട് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട്. ഇപ്പോൾ റഡാറിൽ ഓൾറെഡി കടുവയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാ നമ്മുടെ മിഷൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഇനി നമ്മൾ ഇതില് പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത്. പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് കൂട്ടിലാക്കുന്നതിനാണോ പരിഗണന? നമുക്കിതിൽ ചീഫ് വൈൽഡ് വാർഡന്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള 3 ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് നമ്മൾ ഏതാണെങ്കിലും പ്രയോഗിക്കുന്നതായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ബൈരക്കുപ്പ ഭാഗത്തൊരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട്. കർണാടകയുടെ ഭാഗത്തൊരു മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്രൈബൽ സ്ത്രീ. അപ്പോൾ അത് കടുവാക്രമണം സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തെരച്ചിലൊക്കെ നടത്തുന്നുണ്ടെന്നുള്ള വിവരമുണ്ട്. അങ്ങനെ എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ കടുവയാകാനുള്ള സാധ്യതയോ? ഇല്ല, അതെല്ലാം നമ്മളിപ്പോൾ ID ഒന്ന് ലഭിച്ചതിന് ശേഷം നമ്മൾ കൂടുതൽ മീഡിയനെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലത്തെ നമ്മൾ 6 മണിക്കുള്ള സെർച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ സെർച്ചിങ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഇവിടുന്ന് ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ നമ്മൾ നിരീക്ഷണത്തിന് ആളുകളെ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെയും നമ്മൾ ജനങ്ങളെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ നോക്കിയത്. ഫ്രിഞ്ച് ഏരിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളെ കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ വെറ്റിനറി ടീം മാത്രം ഒരു സെർച്ചിങ്ങിന് പോകും. മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെ നമ്മൾ ഒരു കംപ്ലീറ്റ് കോമ്പിംഗ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആൾക്കാരും CCFും മറ്റുള്ള എല്ലാ ആളുകളും ഇവിടെ മാനന്തവാടി തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും വെറ്റിനറി ടീമും എല്ലാം റെഡിയാണ്. ടീം റെഡിയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യാനും ആളുകളെ ഇതാക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളുള്ളത്. പിന്നെയുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രസൻസ് ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ഫോറസ്റ്റിന്റെ അടുത്ത് തന്നെ ഇതിന്റെ പ്രസൻസ് ഉണ്ട്. അതിനുശേഷം ഡാറ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുശേഷം നോക്കിയിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു കോമ്പിങ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നില്ല. അത് ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ A to Z സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തന്നെ നിലനിർത്താനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിന്റെ 4 ഭാഗത്ത് നമ്മൾ ആളുകളും ഒക്കെ ഇന്ന് ഫുൾ ടൈം പെട്രോളിംഗ് ഇന്നും നാളെയും എല്ലാ ദിവസങ്ങളിലും നമ്മളിത് കേജ് ചെയ്യുന്നത് വരെയുള്ള പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഡ്രോണ് നമ്മൾ ഏകദേശം 38 ക്യാമറകൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് 6 ലൈവ് സ്ട്രീം ക്യാമറകൾ കൂടെ വെക്കുന്നുണ്ട്. അത് കൂടാതെ പെട്രോളിംഗ് ടീം 2 RRT ടീമുകൾ എത്തുന്നുണ്ട്. മറ്റ് ഡിവിഷനുകളിലെ സ്റ്റാഫും വൈൽഡ് ലൈഫും അതേപോലെ തന്നെ സൗത്ത് വയനാട് അവിടെയൊക്കെയുള്ള എല്ലാ സ്റ്റാഫും ഇവിടെ നമ്മൾ കോമ്പിങ്ങിനായിട്ട് ഇവിടെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഊർജിതമായ ശ്രമം നടക്കുന്നുണ്ട് കടുവയെ പിടികൂടാൻ. പക്ഷേ കടുവ ഇപ്പോഴും ആ പരിസരത്തുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ സംഘത്തിന് മറ്റു വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നില്ല. ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ വെടിയുതിർക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യസംഘം മുന്നോട്ടു പോകുന്നത്? നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉൾപ്പെടെ സ്ഥലത്ത് എത്തും. കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള
കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ള ആ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കടുവയെ പിടികൂടുവാനുള്ള ശ്രമം നടക്കുന്നത്. നേരത്തെ CCF സൂചിപ്പിച്ചതുപോലെ കടുവയെ കെണിവെച്ച് പിടിക്കുന്നതിന്, മയക്കുവെടി വെക്കുന്നതിന്, ആവശ്യമെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് അടക്കമുള്ള ഉത്തരവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് എന്താണോ സാഹചര്യം അതിനനുസരിച്ചായിരിക്കും വരും മണിക്കൂറുകളിൽ ദൗത്യസംഘം മുന്നോട്ടു പോവുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പരിശോധന നടത്തിയപ്പോഴടക്കം ഈ പ്രദേശത്ത് കടുവയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് നേരത്തെ CCF അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. ഇന്നലെ വലിയ തോതിൽ ഉള്ള പ്രതിഷേധം ആണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കടുവയെ പിടികൂടും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും എന്ന ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരുന്നു ആളുകൾ മന്ത്രിയെ അടക്കം അവിടെ നിന്ന് പോകാൻ അനുവദിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ മരണപ്പെട്ട രാധയുടെ മൃതദേഹം വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. വികാരനിർഭരമായ മണിക്കൂറുകളിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അങ്ങേയറ്റം വേദനാജനകമായ ഒന്ന്, പ്രത്യേകിച്ച് ആദിവാസി വീട്ടമ്മയാണ്. അവരുടെ ജീവൻ കവർന്നത് ഒരു നരഭോജി കടുവയാണ് എന്നത് ആ കുടുംബത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ്. വീട്ടിൽ മൃതദേഹം എത്തിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതേസമയം കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. കടുവയെ ജീവനോടെ പിടികൂടാൻ സാധിക്കുന്നില്ല എങ്കിൽ വെടിവെച്ച് കൊല്ലാൻ അടക്കം ഉത്തരവുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ കടുവയെ കീഴ്പ്പെടുത്താമോ അതിനുള്ള എല്ലാ സാധ്യതകളും തിരയുന്നു എന്നാണ് നേരത്തെ CCF ദീപ അടക്കം വ്യക്തമാക്കിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പുതിയ സംവിധാനങ്ങൾ, കൂടുതൽ നിരീക്ഷണ ക്യാമറകളൊക്കെ സ്ഥാപിച്ച് കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്പോട്ട് ചെയ്യാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലല്ലോ. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഈ മേഖലയിൽ തന്നെ കടുവ ഇപ്പോഴും ഉണ്ട് എന്നാണ് അല്പസമയം മുമ്പ് CCF ദീപ മാധ്യമങ്ങളോട് അറിയിച്ചത്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും നടത്തിയ പരിശോധനയിൽ ഈ കാട്ടിൽ സ്ഥാപിച്ച നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാണ്. മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരം പ്രവൃത്തികളെല്ലാം തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുമുണ്ട്.